എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അലീനയും രോഹിത്തും ബബിത മോളും രേവതിക്കുട്ടിയും എല്ലാരുമായിട്ട് ത്യാഗഭവന്റെ ഫ്രണ്ടില് വണ്ടി കൊണ്ട് നിർത്തുവാണേ. സമയത്ത് രോഹിത് ചോദിക്കുവാണ്, അയ്യോ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന്. സമയത്ത് രേവതിക്കുട്ടി ചോദിക്കുവാണ്, ഇത് സെൻട്രൽ ജയിൽ ഒന്നും അല്ലല്ലോ ഫ്രണ്ടിൽ വന്ന് സ്വീകരിക്കാൻ. സമയത്ത് രോഹിത്ത് അലീനയോട് ചോദിക്കുവാണ്, അലീനേച്ചി, ഈ പെണ്ണിനെ കൂടെ കൊണ്ടുവന്നത് എന്നെ അപമാനിക്കാനും നാണം കെടുത്താനുമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് അലീന പറയുവാണ്, ശകലമെങ്കിലും വകതിരിവുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. രോഹിത്തിനോട് പറഞ്ഞു, നീ കേട്ട മട്ട് നടിക്കാതിരുന്നാൽ മതി, അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് തന്നെ അലീന പറയുവാണ് രോഹിത്തിനോട്. അതിനുശേഷം അലീന എല്ലാവരോടും ഇറങ്ങാൻ പറയുന്നുണ്ട്. എന്താ ആരും ഇറങ്ങാതിരിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട് അലീന. സമയത്ത് ബബിത പറയുവാണ്, അല്ല ഇവരുടെ വഴക്ക് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്, അതുകൊണ്ട് കേട്ടിരുന്ന് പോയതാ എന്ന് പറയുന്നുണ്ട് ബബിത. കുറച്ചു നേരം റെസ്റ്റ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറയുന്നുണ്ട് എല്ലാവരോടും. ശേഷം എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവിടേക്ക് സിസ്റ്റർമാരെത്തുന്നുണ്ട്. മാര് കണ്ടിട്ട് പറയുവാണ്, ആ അലീനയാണോ, കേറി വരൂ എന്ന് തന്നെ പറയുവാണ്. അങ്ങനെ എല്ലാവരും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വേറൊരു സിസ്റ്ററിനോട് അലീന ചോദിക്കണോ മദർ എവിടെയാന്ന് ചോദിക്കുന്നു. സമയം പറയുവാണ്, മദർ ഒരു ധ്യാനത്തിന് പോയിരിക്കുവാണെന്ന് പറയുന്നു. അവർ ചോദിക്കുവാണ് കൂടെയുള്ളത് ആരൊക്കെയാന്ന് ചോദിക്കുമ്പോൾ അലീന എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അലീന പറയുവാണ്, ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആളുടെ മകനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. ശേഷം ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് അലീന. ശേഷം അലീന ചോദിക്കുവാണ്, ചിന്നുമോൾ എവിടെയാന്ന്. ചിന്നുമോള് ഫുഡെല്ലാം കഴിച്ചിട്ട് കുട്ടികളുടെ കൂടെ കളിച്ചോണ്ടിരിക്കുവാണെന്ന് പറയുന്നു. അതിനുശേഷം എല്ലാവരും കൂടെ ചിന്നുമോളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇടയ്ക്ക് ചിന്നുമോള് എല്ലാ കുട്ടികളോടും കളിച്ചോണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട് പ്രൊമോയില്. ചിന്നുമോള് നോക്കുമ്പോഴത്തേക്ക് ഇവര് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ചിന്നുമോള് ഹായ് രേവതി ആന്റി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. അതിനുശേഷം ചിന്നുമോള് ചോദിക്കുവാണ്, ഈ കൂടെയുള്ളതൊക്കെ ആരാ. സമയത്ത് രേവതി പറയുവാണ്, ഇതെല്ലാം അലീനേച്ചിയുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിന്നുമോൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. അലീന ചേച്ചി എവിടെയാ എന്ന് ചിന്നുമോള് അന്വേഷിക്കുന്നുണ്ട് അലീനെ. അലീന ചേച്ചി അവിടെ സിസ്റ്റർമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടി. ചേച്ചി ഇപ്പം വരും കേട്ടോ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞതിന് ശേഷം അലീനയും അങ്ങോട്ട് എത്തുന്നുണ്ട്. മോൾക്ക് അലീനയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അലീനയെ കാണുന്നതും ചാടി കയറുന്നുണ്ട് അലീനയുടെ ദേഹത്തേക്ക്. എന്നിട്ട് അലീനയ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. പിടിച്ച് തന്നെ ഉമ്മ കൊടുക്കുന്നുണ്ട്. ശേഷം ഗ്രേസിയമ്മയും മാമച്ചായനെയും അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ പാർക്കിൽ പോയി കളിക്കുന്നുണ്ട്. രോഹിത്തുമായിട്ട് ചിന്നുമോള് കൂടുതൽ അടുത്തു തുടങ്ങി. രോഹിത്തിന്റെ കൂടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അവിടെ കുറച്ചു നേരം കളിച്ച് ചിന്നുമോളോടൊപ്പം കളിച്ചതിന് ശേഷം ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. അവർ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് ബാലചന്ദ്രനെയും ഗോവർദ്ധനെയും കാണുന്നുണ്ട്. ഒരു സമയത്ത് ഗോവർദ്ധൻ പറയുകയാണ്, അലീനയും പിള്ളേരും നിൽക്കുന്നുവല്ലോ. ആ സമയം ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുവാണ്, നിങ്ങൾ എന്താ ഇവിടെ, അപ്പോ എറണാകുളത്ത് പോയില്ലേ. സമയത്ത് രേവതിക്കുട്ടിയാണ് മറുപടി പറയുന്നത്, അങ്കിളെ നമ്മൾ ചിന്നുമോളെ കാണാൻ വേണ്ടി വന്നതാണ്. അവളെ കണ്ടിട്ട് അവളെയും കൂട്ടി പുറത്തേക്കൊന്ന് ഇറങ്ങി പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുവാണ്, ഓ ത്യാഗഭവൻ അല്ലേ. ആ അതേന്ന് പറയുന്നുണ്ട്. അപ്പോ ആ സമയത്ത് അലീനെ ചോദിക്കുവാണ്, അപ്പോ അച്ഛന് നല്ല ഓർമ്മയുണ്ടല്ലേ. ആ സമയത്ത് ചോദിക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുവാണ്. ബാലചന്ദ്രൻ ആ സമയത്ത് ചോദിക്കുവാണ്, അലീന നീ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ആ സമയത്ത് കൃഷ്ണമോളുടെ ഫേസ് അങ്ങ് മങ്ങുന്നുണ്ട്. കാരണം കൃഷ്ണമോൾക്ക് അറിയാലോ സത്യങ്ങളെല്ലാം. ശേഷം ചിന്നുമോളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്തായാലും അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് മോൾക്ക് ഇത്രയും ചേച്ചിമാരെയും അങ്കിളിനെല്ലാം കാണാൻ പറ്റിയല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്റെ മോള് ചോദിക്കുകയാണ്, കുഞ്ഞങ്കിളോ, വലിയ അങ്കിളല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ആ സമയത്ത് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങൾ പോകുന്നില്ലേ അങ്ങ് എറണാകുളത്തേക്ക്. ആ സമയത്ത് അലീന പറയുവാണ്, പോണം അങ്കിളെ, ചിന്നിമോളെ അവിടെ കൊണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ അവിടേക്ക് എത്തണമെന്ന് അങ്കിളും ആന്റിയും പറഞ്ഞിട്ടാണ് വിട്ടതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതായിട്ടും ഉണ്ടെന്ന് പറയുന്നുണ്ട്.
സമയം ബാലചന്ദ്രൻ പറയുവാണ്, ഇപ്പോ തന്നെ സമയം 2:30 ആയല്ലോ, പിന്നെ നിങ്ങൾ പെട്ടെന്ന് വിട്ടോ എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി അലീനേച്ചി വാ എന്ന് വിളിക്കുന്നുണ്ട്. അലീന ഗോവർദ്ധന്റെ അടുത്ത് നിന്ന് തിരികെ ഇങ്ങോട്ടേക്ക് വരുമ്പോ അതിനുശേഷം ചോദിക്കുവാണ്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുവാണ്, ഏയ് ഇല്ല അച്ഛ, ഞാൻ വെറുതെ ആയിരുന്നു എന്നൊക്കെ ഞാൻ ഗോവർദ്ധൻ അങ്കിളിനോട് ചോദിക്കുമായിരുന്നു എന്ന് അലീന മറുപടി നൽകുന്നുണ്ട്. എന്നാ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് യാത്ര പറയുന്നുണ്ട് ബാലചന്ദ്രനോട് മക്കളെല്ലാവരും. എല്ലാവരും അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഗോവർദ്ധന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുവാണ്, ആ കുഞ്ഞ് ഏതാ? സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, അത് മറ്റൊരു അലീനയാണെന്ന്. സമയം ഗോവർദ്ധൻ ചോദിക്കുവാണ്, അതെന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞത്? അലീനയെ പോലെ തന്നെ പ്രസവിച്ചിട്ട് ഏതോ ഒരു അമ്മ ഉപേക്ഷിച്ചാണ് അവള് എന്ന് പറയുന്നുണ്ട്. സമയം ഗോവർദ്ധൻ ചോദിക്കുവാണ്, ആ കുഞ്ഞിനേക്ക് എങ്ങനെയാ ഉപേക്ഷിക്കാൻ തോന്നുന്നേ എന്ന് ചോദിക്കുവാണ് ബാലചന്ദ്രനോട്. സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, വളർത്താൻ പേടിയാടോ, അതുകൊണ്ടാ ഉപേക്ഷിച്ചത്. ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ അലീനയുടെയും കാര്യം എന്ന് ചോദിക്കും. ബാലചന്ദ്രൻ ചോദിക്കുവാണ്, അലീന തന്നോട് എന്താ ചോദിച്ചതെന്ന്. സമയത്ത് ഗോവർദ്ധൻ പറയുകയാണ്, അലീന എന്നോട് ചോദിച്ചത് നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു എന്നാണ്. ഞാൻ ഊട്ടിയിലായിരുന്നു എന്നാ പറഞ്ഞെന്ന് പറയുന്നത്. സമയം ബാലചന്ദ്രൻ പറയുവാണ്, അവൾക്ക് അത്രയും കിട്ടിയാൽ മതി, ബാക്കി അവള് ഊഹിച്ചെടുത്തോളും. ശേഷം രണ്ടുപേരും കൂടെ പറയുവാണ്, വാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവര് പോകുന്നുണ്ട്. അതിനുശേഷം ചിന്നുമോളെയും കൊണ്ട് എല്ലായിടവും കറങ്ങിയെടുത്ത് അവര് ത്യാഗഭവനിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ എന്നിട്ട് ബബിത ചോദിക്കുവാണ്, നമുക്ക് ഒന്നും കൂടെ കറങ്ങാൻ പോയാലോ എന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ചിന്നുമോള് പറയുവാണ്, ഇന്നിനി വേണ്ട, ചിന്നുമോള് മടുത്തു, നാളെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ശേഷം എല്ലാവരും ചിന്നുമോളോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ എന്ന്. സമയത്ത് ചിന്നുമോള് പറയുവാണ്, ഇല്ല, ഞാൻ ഇവിടെ തന്നെയാ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ചോദിക്കുവാണ് ചിന്നുമോളോട്, ഞങ്ങളും കൂടെ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് ചിന്നുമോള് പറയുവാണ്, വേണ്ട. കേട്ടിട്ട് ചിന്നുമോള് പറയുവാണ്, അതെന്താടി നമ്മൾ നിന്നാൽ? സമയത്ത് ചിന്നുമോള് പറയുവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല എന്ന്, ഇവിടെ നിറച്ചു കുട്ടികളാ, അതുകൊണ്ടാ. ആ സമയത്ത് ചോദിക്കുവാണ്, മനസ്സിലായോ കുഞ്ഞ് എന്തുകൊണ്ടാ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞതെന്ന്? കിടക്കാനുള്ള സ്ഥലം ആകുമ്പോ നമുക്കിവിടെ നിൽക്കാം അല്ലേ? അലീന പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഒരു കയറും മുൻപേ സിസ്റ്റർ ചോദിക്കുകയാണ്, ഇത് കൊള്ളാൽ, എന്തൊക്കെയോ മേടിച്ചിട്ടാണല്ലോ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒത്തിരി സന്തോഷമാണല്ലോ എന്ന് ചോദിക്കുമ്പോ ഒത്തിരി സന്തോഷമാണെന്ന് ചിന്നുമോള് പറയുന്നുണ്ട്. സമയം സിസ്റ്റർ ചോദിക്കുവാണ്, അങ്ങനെ സന്തോഷിച്ചപ്പോൾ വയറ് നിറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് ചിന്നുമോള് ചോദിക്കുവാണ്, അതെങ്ങനെയാ വയറ് നിറയുന്നത്? ഫുഡ് കഴിച്ചാലല്ലേ വയറ് നിറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച്. അതിനുശേഷം എല്ലാവരുമായിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ശേഷം അവര് മേടിച്ച സ്വീറ്റ്സും എല്ലാം സിസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റർമാര് പറയുവാണ്, അത് നിങ്ങൾ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റർ പറയുവാണ്, ഇതുപോലെ പുറത്തുള്ള ആളുകൾ അവരെ സ്നേഹിക്കാനുണ്ടെന്നും അവരെ അംഗീകരിക്കാനും ആൾക്കാരുണ്ടെന്നും അവരറിയട്ടെ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം അലീന പറയുവാണ് ബബിതയോടും കൃഷ്ണമോളോടും ോടുമെല്ലാം, നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. എനിക്ക് സിസ്റ്ററിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അലീന സിസ്റ്ററിനോട് ചോദിക്കുവാണ്, രേവതിക്കുട്ടി ഒരു കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന്. സമയം സിസ്റ്റർ പറയുവാണ്, എനിക്ക് മനസ്സിലായി, മോളുടെ അഡോപ്ഷന്റെ കാര്യമല്ലേ? സമയത്ത് സിസ്റ്റർ തന്നെ പറയുവാണ്, അവർക്ക് അഡോപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇനി അവർക്ക് സ്പോൺസർ ചെയ്യാം എന്നാ പറഞ്ഞത്. മോളുടെ ഇനി അങ്ങോട്ടുള്ള പഠിപ്പും കാര്യങ്ങളും എല്ലാം അവര് നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഇനെ പറയുവാണ്, വേണ്ട സിസ്റ്ററെ, സ്പോൺസർഷിപ്പിനെ കുറിച്ച് എനിക്കറിയാം. ഇനി സ്പോൺസർ ചെയ്യുന്നവര് പിന്നെ കുട്ടികളെ കൊണ്ടുപോയി അവരുടെ കൂടെ താമസിക്കുകയും ചെയ്യും. ഏതായാലും ചിന്നുമോളുടെ കാര്യത്തിൽ അങ്ങനെ വേണ്ട. ചിന്നുമോളുടെ ഇപ്പോഴത്തെയും അധികാരി ആ കഴക്കൂട്ടത്തെ ഓഫണേജ് തന്നെയാണ്. ഉള്ളവർ വന്ന് ചിന്നുമോളെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്ന് ചോദിക്കും എന്നല്ല, അങ്ങനെ ഒരു സ്പോൺസർഷിപ്പിലേക്ക് വിടണ്ട തന്നെ അലീന പറയുവാണ്. സമയത്ത് സിസ്റ്റർ പറയുവാണ്, ഇല്ല, അലീന തീരുമാനിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ പറയുവാണ്. ഏതായാലും നമുക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല, ഏതായാലും കൊണ്ട് അവൾക്കൊരു ഭാവി ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെയൊന്നും വേണ്ട എന്ന് തന്നെ അലീന പറയുവാണ്. അതിനുശേഷം അലീന നോക്കുമ്പോഴത്തേക്ക് ചിന്നുമോള് രോഹിത്തിനടുത്ത് പോയി വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വണ്ടി പഠിപ്പിക്കുന്നുണ്ട്. രോഹിത്ത് മോളെ സ്റ്റിയറിംഗ് തിരിക്കാനും ഫോൺ അടിക്കാനും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്.
ത്തേക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞിട്ട് അലീനയും എല്ലാരും ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ചിന്നുമോളോട് ചോദിക്കുവാണ്, ഇവരോട് നീയും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ചിന്നുമോള് പറയുവാണ്, ഇല്ല അന്ന് ഞങ്ങൾ പോകുവാണേ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവര് പോകുന്നുണ്ട്. പോകുമ്പോ ചിന്നുമോൾക്ക് ഉമ്മയും കൊടുത്ത് യാത്ര പറയുന്നുണ്ട്. അവരെല്ലാവരും വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. സമയത്ത് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ചിന്നുമോൾ. അങ്ങനെ ചിന്നുമോള് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.